ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ പല ആപ്ലിക്കേഷനും വേണം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതൊക്കെ നമ്മുടെ ഫോൺ എടുക്കുന്നവരൊക്കെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫോണിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിനായി നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പല ആപ്ലിക്കേഷനും ഉപയോഗിച്ചവരുണ്ടാവും. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഫോണിൽ തന്നെ പിന്നെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ അല്ലാതെ നമുക്ക് അത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം അടിയിലായിട്ട് ഇങ്ങനെ നീക്കുക. അപ്പോൾ ഇവിടെ ഹോം സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സൈഡ് ആപ്പ്, ഓൺ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ല നിങ്ങളുടെ ഹൈഡ് ആപ്സ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഹൈഡ് ആപ്സ് ഓൺ ഹോം എന്നുണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓരോ ഫോണിൽ ഓരോ മോഡലായിരിക്കും. എൻ്റെ സാംസങ് A03 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എൻ്റെ ഫോണിലുള്ളത് ഒരു വാട്സപ്പ് ഇപ്പോൾ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ വാട്സപ്പ് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഡൺ എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് ഹൈഡ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ വാട്സപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കി എൻ്റെ വാട്സപ്പ് കാണാൻ സാധിക്കുന്നില്ല. ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ അതങ്ങനെ പിന്നെ ഹൈഡ് ഒഴിവാക്കാമെന്ന് വേണ്ടി കാണിച്ചു തരാം. അതിനായി വീണ്ടും നിങ്ങൾ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരത്തെ വന്ന ഇതുപോലെ ഇൻ്റർഫേസ് വരുന്നതാണ്. ഇവിടെ ഹൈഡ് ആപ്സ് ആൻഡ് ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഫസ്റ്റ് തന്നെ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ മോഡലായിട്ട് ഒരു പിന്നെ ഐക്കൺ കാണുന്നില്ല. ഐക്കണിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം അടിയിലായിട്ട് ഡൺ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ നമ്മുടെ സ്ക്രീനിലേക്ക് ഇതുപോലെ വരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.